എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. റോബൈ ഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ദ ലെജൻഡ് ഈസ് റീബോൺ. ആയിരത്തി 1990 കാലഘട്ടങ്ങളിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു മികച്ച ഒരു ലൈഫ് സ്റ്റൈലായിട്ടുള്ള ഒരു SUV നമ്മുടെ ടാറ്റ ഇറക്കുന്നത്. അത് ടാറ്റ സിയറ ആയിരുന്നു. വളരെ പേരിയായിട്ടൊരു വാഹനമായിരുന്നു. പ്രത്യേകിച്ച് അതിൻ്റെ ലുക്കുകൾ തന്നെയാണ് അതിനെ മാറ്റി നിർത്തിയിരുന്നത്. പിന്നെ അതിൻ്റെ യൂട്ടിലിറ്റി, അത്രയും നല്ല യൂട്ടിലിറ്റി ഉള്ളൊരു വെഹിക്കിളായിരുന്നു. ടാറ്റ സിയറ വ്യത്യസ്തപ്പെടുത്തി നിർത്തിയെന്ന് പറഞ്ഞാൽ അന്നോളം കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വിൻഡോയുടെ ഡിസൈനാണ്. നമുക്ക് ഈ ബാക്ക് സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ബാക്ക് വരുന്ന ആ വിൻഡോ ഇച്ചിരി കർവ്ഡായിട്ട് വരുന്നൊരു വിൻഡോ ആയിരുന്നു. അത് അതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആയിരുന്നു. അപ്പം ആ ഒരു വാഹനം കുറേ വർഷങ്ങളോളം ആൾക്കാരുടെ സ്വപ്നമായിരുന്നു. പലരും ആ വാഹനങ്ങൾ വാങ്ങിച്ച് ഇപ്പോഴും ആ വാഹനങ്ങൾ സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. അതേ രീതിയിൽ റീസ്റ്റോർ ചെയ്ത് സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ടാറ്റ അവരുടെ ആ ലെജൻഡിനെ അവർ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. തിരിച്ചു കൊണ്ടുവരുന്ന സമയത്തേക്ക് ജസ്റ്റ് ചെറിയ ചേഞ്ചസ് മാത്രമല്ല വരുത്തിയിരിക്കുന്നത്, മാസീവായിട്ടുള്ള ഏറ്റവും ഈ ഒരു കാലത്തിന് അനുയോജ്യമായിട്ടിരിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും ആഡ് ചെയ്തിരിക്കുന്ന ഏറ്റവും ലൈഫ് സ്റ്റൈൽ ലിവിങ് സ്പേസ് ആയിട്ട് ഈ ഒരു വാഹനത്തെ മാറ്റിയിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു വാഹനം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ഈ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവിധ ടെറൈൻസിലും കൊണ്ടുവന്ന് ഓടിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ എനിക്ക് ഈ വാഹനത്തിൽ ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. നമ്മളോട് ഇന്നുള്ളത് ടാറ്റയുടെ ഏറ്റവും പുതിയ ടാറ്റ സിയറ, അതിൻ്റെ അഡ്വഞ്ചർ പ്ലസ് എന്ന് പറയുന്ന, അതുപോലെ ഡീസൽ 80 ഓപ്ഷനാണ് നമ്മുടെ ഉള്ളത്. അപ്പോൾ ഡീസലാണ് നമ്മൾ ഒരാഴ്ചയായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഇതിൻ്റെ പെട്രോൾ ഓടിച്ചിരുന്നു. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ഞാൻ ഫാനായി മാറിയത് ഡീസലാണ്. ഒരു രക്ഷയില്ല. ഒന്നാമത് ക്രയോജെറ്റ് ഓൾറെഡി നമുക്ക് പ്രൂവൺ ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ്, പ്രത്യേകിച്ച് ഡ്രൈവബിലിറ്റിയും കാര്യങ്ങളൊക്കെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒക്കെ ഒന്ന് ഫോളോ ചെയ്തോളൂ. സോ അഗെയിൻ വെൽക്കം ടു റോബ് മൈ ഷോ. ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ ടാറ്റ സിയറ വീണ്ടും ഇറക്കുന്ന സമയത്ത് എല്ലാവരും നോക്കിയിരുന്നത്, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ, നമ്മൾ കഴിഞ്ഞ ഓട്ടോ ഷോയ്ക്ക് പോയപ്പോൾ ഈ വാഹനം അവിടെ കണ്ടിരുന്നു. പിന്നെ ഇതിൻ്റെ ലോഞ്ചിന് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നോക്കിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ പണ്ടുണ്ടായിരുന്ന ആ കർവി ആയിട്ടുള്ള ഗ്ലാസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും പുതിയ ഒരു സേഫ്റ്റി മാനദണ്ഡമൊക്കെ വെച്ചിട്ട് നമുക്ക് അങ്ങനെ കർവി ആയിട്ടുള്ള ഗ്ലാസ്സുകൾ വയ്ക്കാൻ പറ്റില്ല. കാരണം വാഹനം ഒന്ന് ശരിയോ ടോപ്പിലൊക്കെ ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്ക് കൂടുതൽ പരിക്കുണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. എന്നാൽ ആ ഡിസൈൻ ഒട്ടും ചോരാതെ തന്നെ ഈ ഒരു ഭാഗം ബ്ലാക്ക് ആൻഡ് ചെയ്ത് ഒരു ഗ്ലാസിൻ്റെ ഫീൽഡിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ടാറ്റ സിയറ എന്ന് പറഞ്ഞാൽ തന്നെ ആ കർവ്ഡ് ആയിട്ടുള്ള ഗ്ലാസ് തന്നെയാണ് എല്ലാവരുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പം സൈഡിൽ നോക്കുമ്പോഴാണെങ്കിലും ആ ഒരു ഡിസൈനിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൂടെ ഞാൻ ഈ വാഹനം ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ ട്രാഫിക് ബ്ലോക്കുകളിലും അല്ലെങ്കിൽ കവലകളിലൊക്കെ നമ്മൾ വാഹനം നിർത്തുന്ന സമയത്തൊക്കെ ആൾക്കാർ വന്ന് അടുത്ത് വരികയും വാഹനത്തെക്കുറിച്ച് ചോദിക്കുകയും, ഇനിയിപ്പോൾ ബ്ലോക്കിലാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ ഈ വാഹനം നോക്കിയിട്ട് ഇങ്ങനെ ഇത് പുതിയ ടാറ്റ സിയറ എന്ന അടക്കം പറയുന്ന അവരുടെ ചുണ്ടനക്കങ്ങൾ കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ മുഖത്ത് വരുന്ന ആശ്ചര്യം, ഒരു ഹാപ്പിനെസ്, അത് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ തന്നെ മനസ്സിലാക്കുക ഈ വാഹനത്തിന് എന്തുമാത്രം ഒരു റോഡ് പ്രസൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യം. പ്രത്യേകിച്ച് വളരെ SUV സ്റ്റൈലിഷ് ആയിട്ടുള്ള, വളരെ മാസീവായിട്ടുള്ള ഒരു അടിപൊളി ലുക്കിലുള്ള ഒരു വാഹനമാണ് നമ്മുടെ ടാറ്റയുടെ ഈ സിയറ എന്ന് പറയുന്നത്. അതിലെടുത്ത് പറയേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഒരു SUV സ്റ്റൈലിഷ്നെസ് നിലനിർത്താൻ വേണ്ടി അതിൻ്റെ ഹുഡിൻ്റെ പ്ലേസ്മെൻറ്റ്സും ഡിസൈൻസാണ്. ശരിക്കും പറഞ്ഞാൽ ഉയർന്നു നിൽക്കുന്ന നെറ്റിത്തടം പോലെയുള്ള ഒരു ഹുഡാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല പൊക്കമുള്ള ഒരു ഹുഡും കാര്യങ്ങളൊക്കെയാണ് വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത്. അതുപോലെ നമുക്കിവിടെ ടാറ്റയുടെ ലോഗോ നമുക്കിവിടെ കാണാൻ നമുക്ക് സാധിക്കും. അതുപോലെ സിയറ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് നമുക്കിവിടെ കാണാം. ഈ ഒരു വാഹനത്തിന് ഇത്രയും ഒരു റോഡ് പ്രസൻസ് കൊടുക്കുന്ന ഘടകങ്ങൾ ഒന്നെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ലൈറ്റ് സ്ട്രിപ്പാണ് കേട്ടോ. ഫുള്ളി കവർഡായിട്ട് വരുന്ന ലൈറ്റ് സ്ട്രിപ്പാണ്. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ 2 റോയിലാണ് വന്നിരിക്കുന്നത്. അത് രാത്രിയൊക്കെ ആണെന്ന് പറഞ്ഞാലും ആ ഒരു ലൈറ്റിൻ്റെ ആ ഒരു സ്ട്രിപ്പ് ഭയങ്കര ഭംഗിയാണ് കാണുമെന്ന് പറഞ്ഞാൽ വണ്ടിക്ക് അത്രയും പ്രത്യേകത കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ബൈ പ്രൊജക്ഷനായിട്ട് വരുന്ന LED ഹെഡ് ലാംപ്സ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതും വളരെ സ്ലീക്കായിട്ടുള്ള ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. സാധാരണ കൺവെൻഷനിൽ കാണുന്ന പോലെ വലിയ ഹെഡ് ലാംപ്സ് ഒന്നുമല്ല, വളരെ സ്ലീക്കായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ലൈറ്റ് ഭയങ്കര ഗ്ലോ ആണ്. നമ്മൾ ഓടിക്കുന്ന സമയത്ത് റോഡ് അത്രയും വിസിബിളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളതാണ്. അതുപോലെ തന്നെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഫോഗ് ലാംപ്സ് കാണാം. അത് നമുക്കൊരു ഐസ് ക്യൂബ് ഡിസൈനിലാണ് ഫോഗ് ലാംപ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ലൈറ്റിൻ്റെ ഭാഗങ്ങൾ നല്ല രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബമ്പറിൻ്റെ ഏരിയയിലേക്കൊക്കെ വരുവാണ് ുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു 360 ഡിഗ്രിക്കുള്ള ക്യാമറാസ് കാണാം. അതുപോലെ തന്നെ നമുക്ക് അഡാസിൻ്റെ റഡാർ നമുക്ക് കാണാം. അതുപോലെ ഗ്ലാസ്സിലേക്ക് വരുവാണെങ്കിൽ അവിടെ ഒരു ക്യാമറയുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അഡാസ് ലെവൽ 2 ആണ് വരുന്നത്. എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇന്ന് മോഡേൺ ആയിട്ടുള്ള കാറുകൾ വരേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും അഡാസിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇതിൻ്റെ ഒരു ബമ്പറിൻ്റെ സ്കേർട്ടിംഗ് ഒക്കെ ആണെങ്കിലും വളരെ ഭംഗിയായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഫ്രണ്ടിൽ വളരെ മാസീവായിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു വാഹനമാണ് ടാറ്റയുടെ സിയറ. ഈ വാഹനങ്ങളുടെ ടയറിലേക്ക് വന്ന വലിയ പ്രൊഫൈലുള്ള ടയേഴ്സാണ് 19 ഇഞ്ചാണ് വരുന്നത്. അത് വരുന്നതെന്ന് പറഞ്ഞാൽ 225/55 R19 ആണ് വരുന്നത്.
അത്യാവശ്യം വലിയ ടയറാണ്. അതുപോലെ തന്നെ നമുക്ക് ഡയമണ്ട് കട്ടായിട്ട് വരുന്ന അലോയ് വീൽസ് കാണാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എയറോ ബ്ലേഡ് പോലത്തെ അലോയ് വീൽസാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വാഹനം ഓടിച്ചപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, അല്ലെങ്കിൽ നമ്മളൊരു കാറിനകത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ യാത്രാസുഖമാണ്. ഈ ഒരു വാഹനത്തിനകത്ത് സൂപ്പർ ഗ്ലൈഡ് ആയിട്ട് വരുന്ന സസ്പെൻഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സൂപ്പർ ഗ്ലൈഡ് എന്ന് പറഞ്ഞ സസ്പെൻഷൻ എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഒഴുകുന്ന ഫീലാണ് കിട്ടുന്നത്. കാരണം ഇത് എത്ര റഗ്ഗഡ് ആയിട്ടുള്ള മെറ്റീരിയൽ സ്ഥലത്തെ കൂടെ നമ്മൾ പോയെന്ന് പറഞ്ഞാലും, ഇപ്പോൾ ഒരു പാറപ്പുറത്താണ് നിൽക്കുന്നത്, ഇതുവഴി നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്താണെങ്കിലും വാഹനം പുറമേ നമ്മൾ നോക്കുമ്പോൾ വാഹനം ചെറുതായിട്ടൊന്ന് അനങ്ങുന്നതായിട്ട് തോന്നും. പക്ഷേ അകത്ത് നമുക്ക് ഒട്ടും തന്നെ അറിയത്തില്ല. അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സസ്പെൻഷനാണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ FDD ആണ് വരുന്നത്, ഫ്രീക്വൻസി ഡിപ്പെൻഡീവ് ഡാമ്പിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം FDD എന്ന് പറയുന്ന ടെക്നോളജിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ ഒരു കട്ടറിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ഒരു സ്പ്രിങ് റീബൗണ്ട് ചെയ്യാതെ അത് അതിൻ്റെ ഒരു ആക്ഷൻ കൺട്രോൾ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കട്ടറിലേക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞാലും ടയറിൻ്റെ മൂവ്മെൻറ്റ്, സസ്പെൻഷൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അകത്ത് ആ ഒരു പ്രശ്നം നമുക്ക് അറിയാണ്ട് നമുക്ക് സാധിക്കത്തില്ല. വളരെ സ്മൂത്തറായിട്ടുള്ള ഒരു യാത്രാസുഖമാണ്. ടാറ്റ സിയറിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞാൽ അതിൻ്റെ യാത്രാസുഖം തന്നെയാണ്. അത് ഫ്രണ്ട് സീറ്റ് ആണെങ്കിലും സെക്കൻഡ് റോ ആണെങ്കിലും. ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അത്ര തന്നെ ബാക്ക് പ്രൊഫൈൽ ഇമ്പോർട്ടൻ്റ് ആണ്. ടാറ്റ സിയറുടെ ബാക്ക് എന്ന് പറയുന്നത് ഒരു ബോക്സി ആയിട്ടുള്ളൊരു ഷേപ്പാണ്. ചിലർക്ക് ഒരു ഷേപ്പ് ഇഷ്ടപ്പെട്ട്, ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ വെച്ചിട്ട് എനിക്ക് ഈ ഒരു ഷേപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. നല്ലൊരു ഭംഗി ആ ഒരു വാഹനത്തിന് നൽകുന്നുണ്ട്. നമുക്ക് ഏറ്റവും മുകളിലാണെന്നുണ്ടെങ്കിൽ ഷാർഫിൻ ആൻറ്റ കാണാം. പിന്നെ നമുക്ക് ഡീഫോറുള്ള ഗ്ലാസ് ഉണ്ട്. നമുക്ക് വൈപ്പേഴ്സ് ഇതിനടിയിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. നല്ലൊരു ഡിസൈനായിട്ട് തോന്നി. ടാറ്റയുടെ ലോഗോ നമുക്ക് കാണാം, സീറ എന്നുള്ള റൈറ്റിംഗ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ടെയിൽ ഗേറ്റിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെയിൽ ഗേറ്റ് നമുക്ക് ഇലക്ട്രിക്കലി പവേർഡ് ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി, ഓൾറെഡി ഓട്ടോമാറ്റിക്കലി ആ ഒരു ഡോറ് തുറന്നു വരും. 622 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം മാസീവായിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് ആണ്. ഇഷ്ടം പോലെ പെട്ടികളൊക്കെ അടിക്കും. നമുക്ക് ദീർഘദൂര യാത്രകൾക്കൊക്കെയാണ് ടാപ്റ്റായിട്ട് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് വാഹനത്തിൻ്റെ ഏറ്റവും താഴെ വരുമ്പോൾ നമുക്ക് ഇന്നോവയിലൊക്കെ കണ്ടുവരുന്ന പോലെയാണ് ടയേഴ്സ് താഴെ നിന്നാണ് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. എക്സ്ട്രാ സ്പെയർ ടയർ നമുക്കവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ നമുക്കിത് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു സ്വിച്ച് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോഴും ഈ ഒരു ബാക്ക് സ്പേസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പറഞ്ഞാൽ ഇതിൻ്റെ കണക്റ്റഡ് ആയിട്ട് വരുന്ന ടെയിൽ ലാമ്പുകളാണ്. കണ്ടത്, ഇത് ഫുൾ ലെങ്തിൽ കണക്റ്റഡ് ആയിട്ട് വരുന്ന ടെയിൽ ലാമ്പ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് രാത്രിയൊക്കെ ആണെന്ന് പറഞ്ഞാലും ആ ഒരു ലൈറ്റ് ബാർ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. കാരണം വാഹനത്തിൻ്റെ ഒരു ബോക്സി ഷേപ്പിനകത്ത് ഈ ഒരു ലൈറ്റ് ബാർ വരുമ്പോൾ ശരിക്കും അത് അതിൻ്റെ ഒരു കറക്റ്റ് പ്രപ്പോർഷനിലേക്ക് വന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ടാറ്റ സിയറിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു ഡാഷ്ബോർഡിലെ ട്രിപ്പിൾ സ്ക്രീനുകളൊക്കെയാണ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. കാരണം വണ്ടിയുടെ ഒരു ഫ്രണ്ട് ഭാഗം നിറച്ച് സ്ക്രീൻ സ്പേസ് കൊടുത്തിരിക്കുന്നത്. ഈ 3 സ്ക്രീൻസിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് പൊതുവേ ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഡ്രൈവറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഡ്രൈവറിന് അക്സസിബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം നമുക്കിവിടെ കാണാൻ സാധിക്കും. വെഹിക്കിളിൻ്റെ പാരാമീറ്റേഴ്സ് എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് പറയേണ്ട കാര്യമില്ല. കാരണം ഒരുമാതിരിപ്പെട്ട എല്ലാ ഫീച്ചേഴ്സും മിക്ക വാഹനങ്ങളും നമ്മൾ കണ്ടുവരുന്നുണ്ട്. അത്രയും ഫീച്ചേഴ്സ് ഈ വാഹനത്തിനകത്ത് ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മനോഹരമായിട്ടുള്ളൊരു സ്ക്രീനാണെന്നുള്ളതാണ്. പഴയ പോലുള്ള അനലോഗ് സിസ്റ്റംസ് എല്ലാം മാറി ഫുള്ള് സ്ക്രീനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നതാണ്. നമുക്ക് ഒരുപാട് ടോഗിൾ ചെയ്യാം. നമ്മുടെ ഡ്രൈവിംഗ് ബിഹേവിയർ, നാവിഗേഷൻ നമുക്കിവിടെ കൊണ്ടുവരാൻ പറ്റും. മീഡിയ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയുള്ള ഒരുപാട് സെറ്റിങ്സ് ഈ വാഹനത്തിനകത്ത് നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇതേപോലെ തന്നെ നമുക്കൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നമുക്കിവിടെ കാണാൻ നമുക്ക് സാധിക്കും. ആ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ 360 ഡിഗ്രി ക്യാമറ കാണുന്ന പല വ്യൂസും നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതിൻ്റെ സ്വിച്ചസൊക്കെ താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സംവിധാനത്തിനകത്ത് വാഹനത്തിനകത്തുള്ള മിക്ക സെറ്റിങ്സും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം അതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് എയർ ക്വാളിറ്റി ഇൻഡെക്സ് നമുക്ക് കാണാം, ക്ലൈമറ്റ് ചെയ്യാം, അർക്കാഡിൻ്റെ സ്റ്റോർ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഡോൾബിയുടെ ഡെമോ കാര്യങ്ങളൊക്കെ. സൗണ്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞു വരാം, അത് വേറൊരു പോർഷനായിട്ട് തന്നെ പറയണം. മൂഡ് ലൈറ്റിംഗ്, നാവിഗേഷൻ, ഇത്ര എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു സ്ക്രീനകത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വരുന്നുണ്ടെന്നുള്ളതാണ്. ഇത് നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, അതുപോലെ ആപ്പിൾ കാർപ്ലേ, അതുപോലെ ഇത് കണക്ടിവിറ്റി വയർലെസ്ലി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് യാത്രകൾ വളരെ ഹസിൽ ഫ്രീ ആയിട്ട് പാട്ടൊക്കെ സ്പോട്ടിഫൈ ഒക്കെ കണക്ട് ചെയ്ത് വളരെ സുഖകരമായിട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ ഒരു വശത്ത് ഒരു സ്ക്രീനുണ്ട്. അത് മിക്കവർക്കും പുതുമയായിരിക്കും. കാരണം ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങുന്ന ചില വണ്ടികളിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതൊരു പുതുമയായിട്ടുള്ളൊരു സംവിധാനമാണ്. അത് പ്രധാനമായിട്ടും ഈ കോ ഡ്രൈവറിൻ്റെ ഒരു സ്പേസിലിരിക്കുന്ന ആൾക്ക് അവരുടേതായിട്ടുള്ള ഒരു പേഴ്സണലായിട്ടായിട്ടുള്ള ഒരു സ്പേസ് കിട്ടാൻ വേണ്ടിയാണ് അത് വെച്ചിരിക്കുന്നത്. അതിനകത്തും അർക്കേഡിൻ്റെ സ്യൂട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ഏകദേശം 22ഓളം ആപ്പുകൾ നമുക്ക് വരാം. അത് പ്രത്യേകിച്ച് ഗെയിമിംഗ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുപോലെ മ്യൂസിക് സ്റ്റോറുകൾ, അതുപോലെ നമുക്ക് വീഡിയോ, യൂട്യൂബൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്തേക്ക് ഡ്രൈവറിനൊരു ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ അവിടെ ഹെഡ്സെറ്റ് ഉപയോഗിച്ച് നമുക്ക് കോ ഡ്രൈവറിന് അതുമായിട്ട് കണക്ട് ചെയ്ത് പുള്ളിയുടേതായിട്ടുള്ളൊരു സ്പേസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് വളരെ വിലപ്പെട്ട നല്ലൊരു കാര്യമായിട്ടാണെന്ന് തോന്നി. കാരണം അവിടെ ഇരിക്കുന്ന ആൾ ബോറടിക്കേണ്ട, പുള്ളിക്ക് പുള്ളിയതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് യാത്ര ചെയ്യാൻ സാധിക്കും. മ്യൂസിക്കിനോട് എന്തുമാത്രം അഡീഷൻ ഉണ്ട് നിങ്ങൾക്ക്? ഞാനൊക്കെ പ്രത്യേകിച്ച് യാത്ര ചെയ്യുന്ന സമയത്ത്
നല്ല ഓഡിയോ സിസ്റ്റം ഉള്ള കാറിലൊക്കെ യാത്ര ചെയ്താൽ യാത്ര തന്നെ ഭയങ്കര രസകരമായിരിക്കും. നല്ല ഒരു ഓഡിയോ ക്വാളിറ്റിയിൽ നമുക്ക് പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ ചില ഓട്ടോറിക്ഷകളിലും ടെമ്പോ ട്രാവലറിലൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബേസ് ഇങ്ങനെ ബൂസ്റ്റ് ചെയ്തിട്ടുള്ള പാട്ടുകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, അല്ലെങ്കിൽ ആ ഏരിയ മുഴുവൻ മുഴങ്ങിക്കൊണ്ടാണ് പോകുന്നത്. പക്ഷേ അതിൻ്റെ മ്യൂസിക്കിൻ്റെ ക്വാളിറ്റി അത്ര ഭംഗിയുണ്ടായിരിക്കണം. വോക്കൽസ് അത്ര ഒരു ക്ലിയർ ആയിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കത്തില്ല, കാരണം ബേസ് ആയിരിക്കും മുമ്പിൽ നിൽക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഈ ഒരു വാഹനത്തിലേക്ക് വരുന്ന സമയത്തേക്ക് ഇതിനകത്ത് ഡോൾബി അറ്റ്മോസ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. JBLൻ്റെ 12 സ്പീക്കേഴ്സാണ് വരുന്നത്, വിത്ത് ട്യൂട്ടേഴ്സ് സബ്വൂഫറിൻ്റെ കോമ്പിനേഷൻസിലാണ് വരുന്നത്. ഇതിനകത്ത് നമുക്കൊരു ട്രെയിലർ ഇൻബിൽറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളത് പ്ലേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുണ്ടോ, ഫ്യൂച്ചർ ഓഫ് സിനിമ ഈസ് ഹിയർ. ഈ ട്രെയിലർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ട്രെയിലർ പ്ലേ ചെയ്യുന്ന സമയത്തേക്കാണ് ഈ ഒരു വാഹനത്തിനകത്തുള്ള സ്പീക്കേഴ്സിൻ്റെ ആ ഒരു ഡൈനാമിക് റേഞ്ച് മനസ്സിലാകുന്നത്. നമുക്ക് ആ ഒരു 360 ഡിഗ്രി ആ സൗണ്ട് നമുക്ക് അങ്ങനെ നാവിഗേറ്റ് ചെയ്യാൻ നമുക്ക് അറിയേണ്ടത് നമുക്ക് സാധിക്കും. അപ്പം വളരെ ഇമ്മേഴ്സീവ് ആയിട്ടുള്ള കിഡിലിനായിട്ടുള്ളൊരു സൗണ്ട്, ഒരു ഓഡിയോ ആണ് നമുക്ക് ഈ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗം കാണുന്നതെന്ന് പറയുന്നത് ഇത് ശരിക്കും ഡാഷ്ബോർഡിൻ്റെ ഒരു എൻഡാണെന്ന് വിചാരിക്കേണ്ട. ഇത് ഒരു സ്പീക്കർ ബാറാണ്, ഒരു ബാർ സ്പീക്കറാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഒരു വാഹനങ്ങൾ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. ഈ ഒരു വാഹനത്തിനകത്ത് അങ്ങനെ ഒരു സംവിധാനം കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓഡിയോ സിസ്റ്റം അല്ലെങ്കിൽ പാട്ടിനോട്, അല്ലെങ്കിൽ നിങ്ങൾ റിലാക്സ് ചെയ്യുന്ന സമയത്തേക്ക്, അല്ലെങ്കിൽ വാഹനം നിർത്തിയിട്ട് ഒരു സിനിമ കാണുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് അത്രത്തോളം സൗണ്ടിനോട് ഭ്രാന്തുണ്ടെങ്കിൽ, ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു ഓഡിയോ സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എന്താണെങ്കിലും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യില്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യണം, യു വിൽ ലവ് ഇറ്റ്. അടുത്ത എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ AC ആണ്. AC എന്ന് പറഞ്ഞാൽ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോളായിട്ട് വരുന്ന AC ആണ്. 2 സോണായിട്ടാണ് വന്നിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു അട്രാക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്തേക്ക് ഡ്രൈവർ ചിലപ്പം കൂടുതൽ തണുപ്പ് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അവരായിരിക്കും മിക്കപ്പോഴും കൺട്രോൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ അപ്പുറത്തെ സീറ്റിലിരുന്ന് തണുത്ത് മറിച്ച് യാത്ര ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരും. പക്ഷേ ഇതിനകത്ത് 2 സോൺ ആയതുകൊണ്ട് തന്നെ ഈ ഒരു വശത്തെ AC-യുടെ ക്ലൈമറ്റ് നമുക്ക് വേറെ രീതിയിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഏറ്റവും ഒരു 18 സെറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ വേണമെങ്കിൽ 24 നമുക്ക് സെറ്റ് ചെയ്യാം. അവിടെ പനിയോ തലവേദനയൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു 2 സോൺ ക്ലൈമറ്റ് കൺട്രോൾ AC നമുക്കവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. AC-യുടെ അഡീഷണലി ഇത് നമുക്ക് ഇവിടെ ഒരു സ്വിച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഫിജിറ്റലായിട്ട് വരുന്ന സ്വിച്ചസാണ്, ഫിസിക്കൽ പ്ലസ് ഡിജിറ്റൽ വരുന്നതാണ്. അപ്പോൾ ഈ സ്വിച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പവർ കൂളിംഗ് ആണ് വരുന്നത്. അതായത് ബൂസ്റ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ തണുപ്പിക്കാൻ വേണ്ടിയുള്ളൊരു സംവിധാനമാണ്. നമ്മൾ ഈ ഒരു വളരെ വെയിലത്ത് കിടക്കുന്ന ഒരു സമയത്ത് വണ്ടിക്കകത്ത് ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ നമ്മൾ വന്ന ഉടനെ നമ്മൾ ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഡ്രൈവർ സൈഡിലെ ഡോറ് ഓപ്പൺ ആയി വരുന്നതായിട്ട് നമുക്ക് കാണാം. ഡ്രൈവർ സൈഡ് ഓപ്പൺ ആവുകയും അതുപോലെ തന്നെ നമുക്ക് AC ഫുൾ സ്പീഡിൽ വർക്ക് ചെയ്യുകയും ചെയ്യുന്നത് നമുക്ക് ശ്രദ്ധയിലേക്ക് വരും. അതായത് പെട്ടെന്ന് തന്നെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ തണുപ്പിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഒരു ഫംഗ്ഷൻ വന്നിരിക്കുന്നത്. അപ്പം വളരെ ചൂടുള്ള ഒരു അവസ്ഥയിൽ പെട്ടെന്ന് വാഹനത്തിനകത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് ശരീരം പൊള്ളാതെ തന്നെ നമുക്ക് വാഹനത്തിനകത്ത് കയറിയിരുന്ന ശരീരം തണുപ്പിക്കേണ്ടി വരും. ഇതിനൊപ്പം പുറമെയാണ് ഈ വാഹനത്തിനകത്ത് വെന്റിലേറ്റഡ് സീറ്റുകൾ വരുന്നത്. എന്നെപ്പോലെ എപ്പോഴും ദീർഘദൂര യാത്രകൾ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് കാർ യാത്രകളിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആവശ്യത്തിനുള്ള ഫോൺ ചാർജിങ് പോർട്ടുകളാണ്. ഈ വാഹനത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആവശ്യത്തിലധികം പോർട്ടുകൾ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. 65 വാട്ടിൻ്റെ ചാർജർ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു വയർലെസ് ചാർജിങ് പോർട്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് ഫോൺ ഈ ഒരു ആംബ്രസിനടിയിലാണ് അത് വെച്ചിരിക്കുന്നത്. നമുക്ക് വയർലെസ്ലി നമുക്ക് ഫോൺ ചാർജ് ചെയ്യാം. ഇത് കൂടാതെ നമുക്ക് പുറകിലും ഫോൺ ചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് സൗകര്യപ്രദമായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ഫ്ലാറ്റ് ബോട്ടമായിട്ട് വരുന്ന ഒരു സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ലെതർ റാപ്ഡായിട്ട് വരുന്ന സ്റ്റിയറിംഗ് വീലാണ്. ഇവിടെ ടാറ്റയുടെ ഇലിമിനേറ്റഡ് ഒരു ലോഗോ നമുക്ക് ഇവിടെ കാണാം. ഇവിടെയെല്ലാം നമുക്ക് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫോണിൻ്റെ കണക്ടിവിറ്റിയും മീഡിയയുടെ കൺട്രോൾസൊക്കെയാണ് ഈ ഒരു വശത്തേക്ക് വരുന്നത്. റൈറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്തേക്ക് നമുക്കിവിടെ ക്രൂയിസ് കൺട്രോളും അഡാസിൻ്റെ സെറ്റിങ്സുമാണ് മെയിനായിട്ട് വരുന്നത്. അതുകൂടാതെ തന്നെ നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് പാനലിലെ ആ ഒരു സെറ്റിങ്സ് എല്ലാം ആക്സസ് ചെയ്യാനും ഈ ഒരു സ്വിച്ച് വഴിയാണ് നമുക്ക് ആക്സസ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നത്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിനകത്ത് ഡ്രൈവ് മോഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതിന് പ്രത്യേകമായിട്ടുള്ളൊരു സ്വിച്ച് നമുക്കിവിടെ കാണാം. ടെറൈൻ സ്വിച്ചസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിനകത്ത് നമുക്ക് നോർമൽ, വെറ്റ്, റഫ് ഇങ്ങനെയുള്ള മോഡുകളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇതുകൂടെ തന്നെ നമുക്കൊരു സ്പോർട്സ് മോഡും കൂടെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം. അതായത് നമുക്കിതൊരു വാഹനം 6 സ്പീഡ് 80 ആണ് വരുന്നത്. അപ്പം ഈ ഒരു വാഹനത്തും നമുക്ക് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ഓടിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഓൾറെഡി പാഡൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട്. ഇത് കൂടാതെ തന്നെ നമുക്കിതിനകത്തൊരു സ്പോർട്സ് മോഡ് കൊണ്ട് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഒരു കാറിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടായിട്ടും അതിന് മേലെ നിൽക്കുന്ന ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ സേഫ്റ്റി തന്നെ ആയിരിക്കും. അക്കാര്യത്തിൽ ടാറ്റ ഏറ്റവും ടോപ്പാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗ്ലോബൽ എൻക്യാപ്പ് റേറ്റിംഗിൽ 5 സ്റ്റാർ റേറ്റിംഗിൽ കാറുകൾ ഇറക്കുകയും തുടർന്ന് വന്ന എല്ലാ കാറുകളും 5 സ്റ്റാർ മേടിക്കുകയും ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് ടാറ്റ.
അപ്പം ടാറ്റ സീറയുടെ കാര്യത്തിലും യാതൊരു വിട്ടുവീഴ്ചയില്ല. ഭാരത് എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻറ്റേർണലി ടെസ്റ്റ് ചെയ്യുമ്പോൾ 2 ടാറ്റ സീറകൾ പരസ്പരം 60 കിലോമീറ്റർ സ്പീഡിൽ കൂട്ടിയിടിക്കുകയും അതിൻ്റെ ടെസ്റ്റിൻ്റെ ഇമ്പാക്റ്റുകൾ നോക്കുന്ന സമയത്തും ഏറ്റവും ഇൻടാക്റ്റ് ആയിട്ടുള്ളൊരു വാഹനം കൂടെയാണ് ടാറ്റ സീറ എന്ന് പറയുന്നത്. ഇതിൻ്റെ 4 വീലുകളും ഡിസ്ക് ബ്രേക്കുകളാണ്. അതുപോലെ നമുക്ക് എയർ ബാഗിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട്. ABS, EBD, ട്രാക്ഷൻ കൺട്രോളുകൾ, അതുകൂടാതെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ അത് വരുന്ന സമയത്ത് 22ഓളം ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതിനകത്ത് തന്നെ നമുക്ക് ഇത് അതുകൂടാതെ നമുക്ക് അഡാസിൻ്റെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹിൽ ഡിസൻ കൺട്രോൾ, അതുപോലെ തന്നെ ഹില്ല് നമുക്ക് കയറ്റം കയറുന്ന സമയത്ത് ക്ലൈംബ് നമുക്ക് അസിസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. ബാക്കിലോട്ട് വാഹനം ഇറങ്ങി പോകാതിരിക്കാനുള്ള സംവിധാനം കൊടുത്തിട്ടുണ്ട്. ISO ഫിക്സ് ചൈൽഡ് സീറ്റുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ റീഇൻഫോഴ്സ്ഡ് ആയിട്ടുള്ള നമുക്കൊരു സൺറൂഫാണ് വാഹനത്തിനകത്ത് വരുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും വാഹനം സേഫ്റ്റിയുടെ കാര്യത്തിൽ ഏറ്റവും ടോപ്പ് തന്നെ നിൽക്കുന്നത്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ടാറ്റ വാഹനങ്ങളായതുകൊണ്ട് ഞാൻ ജീവൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞൊരു കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ ടാറ്റ വാഹനങ്ങൾ ഓടിക്കുന്ന എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് ഉണ്ട്. കാരണം വെച്ചാൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ തന്നെ, തടിക്ക് വലിയ കേടുണ്ടാകാതെ തന്നെ രക്ഷപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ടാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേഫ്റ്റിയാണ്. സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ടാറ്റയാണ്. മറ്റൊരു അട്രാക്റ്റീവ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ പാനോരാമാക്സ് വലിയൊരു സൺറൂഫാണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ മഴ ആയതുകൊണ്ടാണ് ഫുള്ളി ഓപ്പൺ ചെയ്യാത്തത്. എന്നാലും ഗ്ലാസ് ഏരിയ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ബാക്കിലിരിക്കുന്നവർക്ക് ഫ്രണ്ടിലിരിക്കുന്നവർക്ക് ഫുള്ളി ടെറസ് ഓപ്പൺ ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പം ഒട്ടും കൺജസ്റ്റഡ് അല്ലാതെ നല്ല, പ്രത്യേകിച്ച് ടൂറൊക്കെ പോകുന്ന സമയത്തേക്ക് ഭയങ്കര വിസിബിലിറ്റി ആയിരിക്കും, മൊത്തം ഒരു ഗ്ലാസിൻ്റെ ഒരു ഏരിയ പോലെ. അപ്പം അത്രയും നല്ലൊരു യാത്ര അനുഭവം നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു പാനോരമിക് ആയിട്ടുള്ള സൺറൂഫ് നമുക്ക് നൽകും. ഒട്ടും കൺജസ്റ്റ് അല്ലാത്ത സെക്കൻഡ് റോ സീറ്റുകൾ കണ്ടോ, ലെഗ് സ്പേസ് ഒക്കെ എന്തുമാത്രം ഉണ്ടെന്ന് നോക്കിയേ. നല്ല ആവശ്യത്തിന് വീതിയുള്ള സീറ്റുകളാണ്, നല്ല തൈ സപ്പോർട്ടുകളുണ്ട്, AC-യുടെ വെന്റിലേഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനുള്ള പോർട്ടുകൾ, എ പോർട്ടും അതുപോലെ C പോർട്ടുകളും അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫോൺ വെക്കാനുള്ള ഒരു അറയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇതിൻ്റെ ഒരു ഫ്ലോർ എന്ന് പറയുന്നത് ഏകദേശം നിയർലി ഫ്ലാറ്റാണ്. അതുപോലെ ഈ പാനോരമിക് സൺറൂഫ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കൺജഷൻ ഒട്ടും തന്നെ ഫീൽ ചെയ്യുന്നില്ല. നല്ല ഒരു വിൻഡോ ഏരിയ ഉണ്ട്, സ്പീക്കേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ ഒരു റൂംലി ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. നമുക്ക് ഇതും ഒരു ലിവിങ് സ്പേസ് ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ ഈ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് ദൂരം ഓടിക്കാണ്ട് സാധിച്ചു. പല ടെറൈൻസിൽ കൊണ്ടുപോയി, പല സ്പീഡുകളിൽ കൊണ്ടുപോയി. ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി എഞ്ചിനാണ്. കാരണം ഞാൻ ഇതിൻ്റെ ഹൈപ്പീരിയൻ ഓടിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഡീസൽ ആ ഒരു പെട്രോൾ എഞ്ചിനേക്കാൾ ഹൈപ്പീരിയൻ പെട്രോൾ എന്ന് പറയുമ്പോൾ 2 എഞ്ചിനാണുള്ളത്. ഒരു നാച്ചുറലി ആസ്പിറേറ്റഡ്, ഒരു ടർബോ ഉണ്ട്. അപ്പം എന്നെ ഓടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ഡീസൽ ഓടിച്ചപ്പോഴാണ് ഇതിൻ്റെ ഒരു ഹരം മനസ്സിലായത്. ഒരു രക്ഷയില്ല. ഇതിനകത്ത് ഓൾറെഡി ഉള്ള ക്രയോജെറ്റാണ് ഇതിനകത്ത് വരുന്നത്. എഞ്ചിൻ വരുന്നത് 1.5 ലിറ്റർ ആണ് എഞ്ചിൻ, 4 സിലിണ്ടർ ആണ് വരുന്നത്. ഈ ഒരു ക്രയോജെറ്റ് അടിപൊളി എഞ്ചിനാണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാലോ, ടാറ്റയുടെ ഡീസൽ എഞ്ചിനിലെ ക്രയോജെറ്റ് ആണ് ഏറ്റവും പേരിട്ട ഒരു എഞ്ചിൻ എന്ന് പറയുന്നത്. ഭയങ്കര സ്റ്റേബിൾ, റിലയബിൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. ഭയങ്കര റിഫോംഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് വരുന്നത്. അപ്പം പ്രത്യേകിച്ച് നമ്മൾ ഇതുണ്ട്, ഇപ്പം ഒരു ഹൈവേ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ കാല് കൊടുക്കുന്നതനുസരിച്ച് ഭയങ്കര റെസ്പോൺസാണ് കേട്ടോ. വണ്ടി പറന്നാണ് കയറുന്നത്. ഇതിൻ്റെ പവർ ഫിഗേഴ്സ് പറയുകയാണെങ്കിൽ 118 PS ആണ് ഇതിൻ്റെ ഒരു പവർ ഫിഗർ പറയുന്നത്. അതുപോലെ നമ്മൾ ടോർക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ടോർക്കാണ്. മറ്റുള്ള വാഹനങ്ങളെക്കാളും 12% ടോർക്ക്. നോർമലി ഈ സെഗ്മെൻറ്റിലുള്ള വാഹനങ്ങൾ 250 എണ്ണം ടോർക്ക് ആണെന്നുണ്ടെങ്കിൽ ഇത് 260 ആണ് മാനിൽ വരുന്നത്. ഇപ്പം നമ്മൾ ഓടിക്കുന്ന വണ്ടിക്ക് 280 ആണ്. അതും ലോവർ RPMസിൽ നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഹൈവേയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. അതുപോലെ നമുക്ക് ഇപ്പം തിരക്കുള്ള റോഡുകളിലാണെങ്കിലും പെട്ടെന്ന് നമുക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഓവർടേക്ക് ചെയ്യാനായിട്ട് പറ്റും. കാരണം അത്ര റെസ്പോൺസ് നമുക്ക് കിട്ടുന്നുള്ളതാണ് വേറെ പ്രത്യേകത. വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്ക് ആഡ് ബ്ലൂവിൻ്റെ ആവശ്യമില്ല. അതൊരു വലിയൊരു തലവേദനയാണ്. കാരണം നമ്മൾ ഡീസൽ ഫില്ല് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആഡ് ബ്ലൂവും കൂടെ ഫില്ല് ചെയ്യുന്നുണ്ട്. ഈ വാഹനത്തിനകത്ത് ആഡ് ബ്ലൂ ഇല്ല, അല്ലാതെ തന്നെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് അഡീഷണൽ ഒരു ഫ്യൂവലോ അല്ലെങ്കിൽ അഡീഷണൽ അഡിക്റ്റീവ്സ് ഒന്നും നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അടുത്ത വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു എഞ്ചിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മൈലേജ് ആണ്. അത്യാവശ്യം മൈലേജ് ഉള്ള ഒരു എഞ്ചിൻ തന്നെയാണ്. ടാറ്റ സിയറയുടെ മൈലേജിൻ്റെ ഫിഗേഴ്സിനെ കുറിച്ച് ഇടയ്ക്ക് സംസാരിച്ചിരുന്നു. പക്ഷേ ഞാൻ ഇപ്പം ഡീസൽ ഓടിക്കുന്ന സമയത്ത് പെട്രോളിൻ്റെ കേസിൽ നമ്മൾ ഡ്രൈവിംഗ് ബിഹേവിയർ ആണ് മിക്കതിലും വരുന്നത്. കാരണം ഓരോ എഞ്ചിനും ട്യൂൺ ചെയ്തിരിക്കാൻ ഡിഫറൻ്റ് ആണ്. ഈ ഒരു വാഹനത്തിലേക്ക് വരുന്ന സമയത്തേക്ക് നമുക്ക് മൈലേജ് അക്ലൈംഡ് ആയിട്ട് വരുന്നത് മാനുവലിലേക്ക് വരുമ്പോഴത്തേന് 21 ഒക്കെയാണ് പറയുന്നത്. അതുപോലെ ഓട്ടോമാറ്റിക്കിലേക്ക് വരുന്ന സമയത്തേക്ക് 19.22 ഒക്കെയാണ് ഇതിൻ്റെ ഒരു മൈലേജ് പറയുന്നത്. ഈ വാഹനത്തിനകത്ത് നമുക്ക് ഒരു ഇൻസ്റ്റന്റ് FE എന്ന് പറയുന്ന ഒരു ഫീച്ചറുണ്ട്. അതായത് നമുക്ക് ഇനിഷ്യലി നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് ഫ്യൂല് കിട്ടുന്നത് എന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് സ്ക്രീന് എത്രമാത്രം വിസിബിൾ ആണെന്ന് എനിക്കറിയത്തില്ല. ഇൻസ്റ്റന്റ് FE ഇപ്പം നമ്മൾ ഒരു ഗ്രാജുവലി കൊടുത്ത് കുറച്ച് നേരം ഓടിച്ചു കഴിഞ്ഞാൽ നല്ല മൈലേജ് ഫിഗേഴ്സ് കിട്ടുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. പിന്നെ മൊത്തത്തിൽ ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് ഭയങ്കര നമുക്ക് സ്റ്റിയറിംഗ് ഒക്കെ ആണെന്ന് പറഞ്ഞാലും ഭയങ്കര കൺട്രോളാണ്. നമുക്ക് എത്ര സ്പീഡിൽ ഈ വാഹനം കൊണ്ടുപോയെന്ന് പറഞ്ഞാലും വാഹനം ഒലയുന്നില്ല. നല്ല സീറ്റിംഗ് പൊസിഷൻ ആണെങ്കിലും വളരെ നല്ലതാണ്. എങ്ങനെ പറയാ, നമുക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് ടാറ്റ സിയറ എന്ന് പറയുന്നത്. നിങ്ങൾ എന്തായാലും ടെസ്റ്റ് ഡ്രൈവ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ സേഫ്റ്റിയുടെ കാര്യം നമുക്ക് ഒരു കോൺഫിഡൻസ് തരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഹൈ സ്പീഡ്സിലാണെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. ഇത് ദീർഘദൂര യാത്രകൾക്ക് ഭയങ്കര ആപ്റ്റ് ആയിട്ടുള്ളൊരു വാഹനമാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു സീറ്റിംഗ് സ്ട്രക്ചർ ആണെങ്കിലും അതിൻ്റെ കംഫോർട്ട് ആണെങ്കിലും എല്ലാം കൊണ്ടും മികച്ച ഒരു വാഹനം തന്നെയാണ്.
അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വാഹനം ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. മൈലേജിൻ്റെ കാര്യത്തിലൊന്നും പേടിക്കേണ്ട, അത്യാവശ്യം മൈലേജ് ഉള്ള വാഹനം തന്നെയാണ്. അപ്പം ഇതൊക്കെയാണ് എനിക്ക് ടാറ്റാ സിയറയിൽ ഒരാഴ്ചയ്ക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല എന്താ പറയുക, ഓടിക്കാൻ നല്ല പ്ലഷർ ഉള്ളൊരു വണ്ടി. എൻ്റെ 1-2 സുഹൃത്തുക്കളൊക്കെ ഈ വാഹനം ഓടിച്ച് നോക്കിയിട്ട് ഇവരുടെ ഈ ഒരു വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റിയും ഒരു എന്താ പറയുക ഹാൻഡ്ലിങ്ങും അവർക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും നല്ല ഒരു ഫീഡ്ബാക്ക് തന്നെയാണ് ഈ വാഹനത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇതിനെക്കുറിച്ചുള്ള എൻ്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഈ വാഹനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ഒരു വാഹനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഈ വാഹനത്തിൻ്റെ ഒരു റോഡ് പ്രസൻസിനെ കുറിച്ചോ അതുപോലെ വാഹനത്തിനകത്തുള്ള സൗകര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് വേണ്ടി എഴുതുക. പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുപിട്ടാം. സോ ദിസ് ഇസ് റോബിൻ സൈനിങ് ഫ്രം റോബ് മൈ ഷോ.